വസ്തുതകളും. പ്രസിദ്ധീകരണം അൽ അൻവാർ പബ്ലിക്കേഷൻ, കുനിയിൽ, മലപ്പുറം ജില്ല. ഇതിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മുജാഹിദുകൾ തന്നെ എഴുതുകയാണ്. യാഥാസ്ഥികത്വത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാനുള്ള നിഗൂഢ നീക്കങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് അന്ധമായ അനുകരണത്തെ പ്രോത്സാഹിപ്പിച്ചും അരക്കിട്ടുറപ്പിച്ചുമുള്ള TP അബ്ദുള്ള കോയ മദനിയുടെ, മുജാഹിദിന്റെ പണ്ഡിത സംഘടനയുടെ സെക്രട്ടറിയാണ്. TP അബ്ദുള്ള കോയ മദനിയുടെ 23/6/2002 കോഴിക്കോട് സംഘടിപ്പിച്ച കേരള ജമിയത്തുൽ ഉലമാ യോഗത്തിലെ പ്രസംഗം അതിപ്രകാരം കേൾക്കാം. കേട്ടോളൂ. മുജാഹിദിന്റെ സെക്രട്ടറി പറയാണ്, കേട്ടോളൂ. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. പ്രസിഡന്റാ, പ്രസിഡന്റോ സെക്രട്ടറിയോ ആരും കേട്ടോ, ഔദ്യോഗിക ഭാരവാഹിയാണ്. ഇനിയിപ്പോ അതിന് മസാലയാക്കണ്ട. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. നേതൃത്വമെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ, മുജാഹിദിന്റെ മൗലവിമാര് പറയാം, നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. നേതൃത്വമെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ ആ തെറ്റ് നേതൃത്വത്തിന് വിടുക. പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ, റബ്ബേ, ഈ നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറായിരിക്കും എന്ന് ഞാൻ പ്രഖ്യാപിക്കട്ടെ. എങ്ങനെ തെറ്റ് ചെയ്തിട്ട് നരകത്ത് കിടക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, എന്ത് മൗലവിമാരി പറ്റിച്ചതാണ്, അപ്പൊ ഞങ്ങൾ ഏറ്റെടുത്തോളൂ എന്നാണ് TP അബ്ദുള്ള കോയ മദനി പറയുന്നത്. തെറ്റായാലും ശരിയായാലും നിങ്ങൾ ഈ ഉലമാ സംഘടനയിലേക്ക് അതിന്റെ കുറ്റം ഇട്ടേക്കുക, നിങ്ങൾ സംഘടനയെ അനുസരിക്കുക. ഇത് മുജാഹിദുകൾ രണ്ടായി പിരിയുമ്പോൾ ഒന്നിച്ചു ചേർന്ന യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗമാണ്. ഇത് മുജാഹിദുകൾ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. അപ്പൊ മൗലവിമാര് ശരിയായ പൗരോഹിത്യം, തെറ്റ് നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ ഏറ്റെടുത്തോളും, ഞങ്ങൾ ആഖിറത്തിൽ ഞങ്ങളായിക്കോളും എന്നാണ് പറയുന്നത്. ഈ പൗരോഹിത്യം സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പൗരോഹിത്യം പൊളിച്ചെഴുതേണ്ടത് തന്നെ അല്ലേ? അതിൻഷാ അല്ലാഹ് നാദാവർക്ക് വെച്ച് തന്നെ പൊളിച്ചെഴുതും. ഈ പൗരോഹിത്യം അനുവദിക്കുകയില്ല. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവര് പറയുന്നു പൊളിച്ചെഴുതിയത് ഇടയൊക്കെയാണെന്നറിയോ? ഒരു വലിയ പൊളിച്ചെഴുത്ത് നടത്തിയത് അള്ളാഹുവിനുള്ള വിശ്വാസത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണ്ട, ഇത് ഒരു കൊള്ളിക്കേങ്ങിന്റെ മസലയാണ്, അല്ലെങ്കിൽ ഒരു കൊപ്പരയുടെ മസലയാണ്. അല്ല, ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവും നിയന്താവുമായ ലോകസൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ ഇന്ന് വരെ വിശ്വസിച്ചു വന്ന വിശ്വാസം, നുസമ്മില്ലാഹ ശൈഅൻ ലാ കൽഅശിയാ വദാതൻ അൻ ജിഹാത്തിസ്തിഖാലി. അല്ലാഹു തലകാലതീതനാണ്. അല്ലാഹുവിനെ കുറിച്ച് മേലെയെന്നോ താഴെയെന്നോ ഭൂമിയിലെന്നോ ആകാശത്തിലെന്നോ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നുവെന്നോ അള്ളയില്ലെന്നോ ഒന്നും വിശ്വസിക്കാനും പറയാനും പാടില്ല. അല്ലാഹുവിന് മേൽഭാഗം, താഴ്ഭാഗം, പിൻഭാഗം, മുൻഭാഗം, വലതുഭാഗം, ഇടതുഭാഗം, ഇങ്ങനെ ഭാഗങ്ങളില്ല. അവൻ പൂർണ്ണമായും സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ ഒരു വസ്തുവും ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യമായ ഒരാളും ഇല്ല. അവൻ സർവ്വ സൃഷ്ടികളിലും വ്യത്യസ്തമാണ്. അതേ, നിങ്ങൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് എന്തു തന്നെ മനസ്സിൽ ഉദിച്ചു വന്നാലും കുല്ലുമാ ഖതറ ബിബാലിക ഫല്ലാഹു സുബ്ഹാനഹു വതആല അലാ ഖിലാഫി ദാലിക.
നിങ്ങളെ മനസ്സിൽ ഉദിക്കുന്നത് പോലെ ഒന്നുമല്ല അല്ലാഹു തആല. അവൻ പൂർണ്ണമായി സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. ഇത് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പഠിപ്പിച്ചതാണ്, മുജാഹിദും പഠിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിപ്പൊളിച്ച് എഴുതി അല്ലാഹു ആകാശത്തിൽ അർശിന്റെ മുകളിൽ ഉപവിഷ്ടനാണ്. പടച്ചവന് കൈകാലുകളെന്ന അവയവങ്ങളുണ്ട്. പടച്ചവൻ രാത്രിയിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പടച്ചവനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങിയത് മുജാഹിദുകൾ തന്നെ. അത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പൊളിച്ചെഴുതിയതാണ്. ഞാൻ രണ്ടും നിങ്ങൾക്ക് കാണിക്കുന്നു, ശ്രദ്ധിക്കുക. മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ 1-ാം വാള്യത്തിൽ അതാ അമാനി മൗലവി തന്നെ കേരള നദുത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ആ പരിഭാഷയിൽ അമാനി മൗലവി തന്നെ പഴയ കാലത്ത് എഴുതി വെക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയും പോലെ ഏതെങ്കിലും ഭാഗവുമായോ പ്രദേശവുമായോ അവന് പ്രത്യേകം അടുപ്പവും ബന്ധവും ഇല്ല. അതിനാൽ അവന് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായെങ്കിലേ അവന്റെ ആഭിമുഖ്യവും ശ്രദ്ധയും അതിലുണ്ടാവുകയുള്ളൂ എന്നില്ല. അവൻ ഏതെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല എന്ന് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ കേരള നദുത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷയിൽ 1-ാം വാള്യം 233-ാമത്തെ പേജിൽ പറയും. ഇനി അദ്ദേഹം തന്നെ ഖുർആൻ പരിഭാഷയിൽ വേറൊരു സ്ഥലത്ത് പറയുന്നു, അല്ലാഹുവിനെ സംബന്ധിച്ച് വന്ന ആയത്തുകൾ, ഹദീസുകൾ, അതിൽ ചിലത് അതിന്റെ പ്രകടമായ അർത്ഥം, ബാഹ്യമായ അർത്ഥം വിശ്വസിച്ച് അങ്ങനെയാണ് അല്ലാഹു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ചില വാചകങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിരിക്കും യൻസിലു റബ്ബുനാ തബാറക വ തആല. അതിന്റെ ബാഹ്യാർത്ഥം അല്ലാഹു ഇറങ്ങും എന്നാണ്. ഇറങ്ങുക എന്നത് പറഞ്ഞാൽ മേലെ നിന്ന് താഴോട്ടേക്ക് വരലല്ലേ, അത് അല്ലാഹുവിനുണ്ടാവുകയില്ലെന്ന് ഉറപ്പാണ്. ഇതുപോലെ യദുല്ലാഹി, യമീനുല്ലാഹി ഇങ്ങനെയൊക്കെ കാണും. എന്നാൽ അതും അല്ലാഹുവിന് കൈ എന്ന അവയവം ഉണ്ടാവുകയില്ല എന്നുറപ്പാണ്. ഇതുപോലെ അല്ലാഹുവിനെ സംബന്ധിച്ച് ഖുർആനിലെ ഒരായത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരായത്തിൽ അല്ലാഹു തആല ഫിസ് സമാവാതി ആകാശത്തിലും വഫിൽ അർളി ഭൂമിയിലും എന്ന് വരുന്നതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഐനമാ വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായാലും അല്ലാഹു നിങ്ങളെ കൂടെയുണ്ട് എന്ന് ബാഹ്യാർത്ഥം വരുന്ന ആയത്തുണ്ട്. അതുപോലെ ഹദീസിൽ നിങ്ങൾ ഖിബലയിലേക്ക് തുപ്പരുത്, ഖിബലയുടെയും നിങ്ങളുടെയും ഇടയ്ക്ക് അല്ലാഹു ഉണ്ട് എന്നർത്ഥം വരുന്ന വാചകം ഉണ്ട്. അപ്പോഴിങ്ങനെ ഓരോ ഹദീസും നോക്കുമ്പോ എന്റെയും നമ്മളെയും മുന്നിൽ ഒരു ഹദീസ് നോക്കുമ്പോ, വേറൊന്ന് നോക്കുമ്പോ അല്ലാഹ് ആകാശത്തിൽ, വേറൊന്ന് നോക്കുമ്പോ അല്ലാഹ് ഇറങ്ങുന്നു, വേറെ നോക്കുമ്പോ എല്ലാ സ്ഥലത്തും അല്ലാഹുണ്ട്. ഇങ്ങനൊക്കെ പറയാൻ പറ്റും അല്ലാഹുവിനെ സംബന്ധിച്ച്? ഇതൊക്കെ ഖുർആനിലും ഹദീസിലും വന്ന വാചകത്തിന്റെ ബാഹ്യാർത്ഥങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? ഇമാമിങ്ങൾ പറഞ്ഞു, അത്തരം ആയത്തുകളുടെ ബാഹ്യാർത്ഥ പ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കരുത്. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുക: അല്ലാഹുവിന് സ്ഥലമില്ല, അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, അല്ലാഹുവിന് അവയവങ്ങളില്ല, അല്ലാഹുവിന് ശരീരമില്ല, അല്ലാഹുവിന് ഭാഗങ്ങളില്ല എന്ന് വിശ്വസിക്കുക. ഇങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ ഇത്തരം ആയത്തുകളെ സംബന്ധിച്ച് നമ്മൾ ഒന്നും പറയേണ്ട, നമുക്ക് അതിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞാൽ മതി, അതിന്റെ ഉദ്ദേശം അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ വിവരിച്ചത്. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു അതിന് അല്ലാഹുവിനോട് അനുയോജ്യമായ വ്യാഖ്യാനം വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൈ എന്ന് ബാഹ്യമായ അർത്ഥം വരുന്ന ആയത്തിനും ഹദീസിനും അല്ലാഹുവിന്റെ ശക്തി എന്നർത്ഥം പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അത് അയാളെ കൈവശത്തിലാണ്, അയാളെ കൈയിനുള്ളിലാണ് എന്നല്ലോ, അയാളെ അധികാരത്തിലാണ്. അപ്പൊ അധികാരം, അതുപോലെ അതിൻ്റെ ഉള്ളിൽ അയാളെ കൈയുണ്ട് എന്ന് പറയാറുണ്ട്, അല്ല അദ്ദേഹത്തിന്റെ ശക്തിയുണ്ട്, കഴിവുണ്ട് എന്നാണ്. അയാൾ വലിയ കൈയുള്ള ആളാണെന്ന് പറയാറുണ്ട്. അതിനർത്ഥം ഇതാണ്. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അത് മേലെ എന്നുള്ള ഓർഡറാണ്, താഴെയുള്ള ഉദ്യോഗസ്ഥൻ പറയാൻ. വാസ്തവത്തിൽ താഴെയുള്ള ഉദ്യോഗസ്ഥൻ താമസിക്കുന്നത് മേലെ റൂമിലാണ്. അപ്പൊ മേലെ എന്നുള്ള ഓർഡറാണ്, മേലെ എന്നുള്ള ഓർഡറാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ചോടേ റൂമിൽ DIG ഇരിക്കുന്നു, മേലെ റൂമിൽ പിന്നെ SI ഇരിക്കുന്നു. SI മേലെ റൂം എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? മേലെ എന്നുള്ള ഓർഡറാണ്, അല്ല DIGന്റെ ഓർഡറാണ്. അപ്പൊ അതിനർത്ഥം DIG മേലെ റൂമിലാണ് എന്നല്ല. ഇതുപോലെ
നമുക്ക് തന്നെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയുന്ന സംഗതികൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് വന്ന വാചകങ്ങൾ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ. ഈ രണ്ട് നിലക്കാണ് ലോക മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്